2025 കാനഡയിലെ PR കോട്ട എന്ന് പറയുന്നത് 3,95,000 പേർക്കാണ് എന്നെല്ലാവർക്കും അറിയാമല്ലോ. എന്നാൽ ഈ ഓഗസ്റ്റ് അവസാനത്തെ ആഴ്ചയിൽ നിൽക്കുമ്പോൾ ഇത്രയും നാൾ എത്ര പേർക്കാണ് PR കിട്ടിയേക്കുന്നത്? അത് ഓരോ കാറ്റഗറി നോക്കുമ്പോൾ, അതായത് PNPയിലോ അല്ലെങ്കിൽ കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്, അതല്ലെങ്കിൽ ഹെൽത്ത് കെയർ കാറ്റഗറിയോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കാറ്റഗറിയോ ലാംഗ്വേജിൻ്റെ കാറ്റഗറിയിലൊക്കെ എത്ര പേർക്കാണ് PR കിട്ടിയേക്കുന്നത്? ആ കണക്കുകളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാനഡയിൽ ഒരു PRൻ്റെ ഡ്രോ കണ്ടക്ട് ചെയ്യുമ്പോൾ പലരും അത് ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത്, ഇപ്പോൾ ലാസ്റ്റിലത്തെ ഒരു ഡ്രോ എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ കാറ്റഗറിയിലെ ഡ്രോ ആയിരുന്നു. അതിൽ 2,500 പേർക്ക് ഇൻവിറ്റേഷൻ കിട്ടി എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കും കാനഡയിലൊക്കെ സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ വന്നിട്ടുള്ളവരാണ് ഈ 2,500-ൽ ഉൾപ്പെടുന്നത് എന്ന്. ഇതിൽ നിന്നൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഒന്നാമത്തേന്ന് പറയുന്നത്, ഓരോ കാറ്റഗറി ബേസ്ഡ് ഡ്രോ കണ്ടക്ട് ചെയ്യുമ്പോൾ, അതായത് ഒരു എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ കാറ്റഗറിയൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഇൻവൈറ്റ് ചെയ്യുന്നത് ലോകത്തിലെ തന്നെ പല രാജ്യത്തു നിന്നുള്ള ആൾക്കാർക്കെല്ലാം ആ ഡ്രോയിൽ ഇൻവിറ്റേഷൻ കിട്ടുമെന്നുള്ളതാണ്. അതായത് ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ ഏത് രാജ്യത്തു നിന്നായിക്കോട്ടെ, അവരെല്ലാം ആ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതിൽ ഒരു ആപ്ലിക്കേഷനാണ് സബ്മിറ്റ് ചെയ്തതെങ്കിൽ അവർക്കെല്ലാം ഇൻവിറ്റേഷൻ കിട്ടും. അതുകൊണ്ട് കാനഡയിൽ സ്റ്റുഡൻറ്റ് വിസയിലുള്ളവർക്കാണ് അതിലൊക്കെ ഡ്രോയിൽ കണ്ടക്ട് ചെയ്യുന്നതും അതിലൊക്കെ ഇൻവൈറ്റ് ചെയ്യുന്നത് എന്നാണ് പലരും വിചാരിക്കുന്നത്. നമുക്ക് ആ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഞാനത് ഓരോ കാറ്റഗറിയിലുള്ള ഡ്രോയും അത് ആരെയൊക്കെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത് എന്നൊക്കെയാണ് പറയാൻ പോകുന്നത്. എക്സ്പ്രസ് എൻട്രി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് തന്നെ 2015-ലാണ്. അന്ന് 2015 തൊട്ട് 2020 വരെ നടന്നിട്ടുള്ള എക്സ്പ്രസ് എൻട്രി ഡ്രോ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ കാറ്റഗറിയാണ്. അതായത് ഏത് ജോലിയുള്ളവർക്കും ഏത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഇതിനകത്ത് അപ്ലൈ ചെയ്യായിരുന്നു. ആകെ വേണ്ടിയത് IELTS-നൊക്കെ ഒരു ഹൈ സ്കോർ വേണം, പോയിൻസൊക്കെ ഒരു 450 അല്ലെങ്കിൽ അവർ വിളിക്കുന്ന സ്കോറിന് മുകളിൽ പോയിൻസ് വേണം എന്ന് മാത്രമേ ഉള്ളായിരുന്നു. അല്ലാതെ ഇന്ന സ്പെസിഫിക് ആയിട്ടുള്ളൊരു സ്ട്രീമിലാണ് അല്ലെങ്കിൽ ഇന്ന സ്പെസിഫിക് ആയിട്ടുള്ള കാറ്റഗറിയിലാണ് നമ്മുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളത് എന്നുള്ളതൊരു മാനദണ്ഡമേ അല്ലായിരുന്നു. എന്നാൽ 2020-ന് ശേഷം ഈ എക്സ്പ്രസ് എൻട്രിയുടെ പ്രോഗ്രാം അവർ അപ്പാടെ പൊളിച്ചെഴുതുകയുണ്ടായി. അതിൽ പ്രകാരം ഇപ്പോൾ ഓരോ ഇൻവിറ്റേഷൻ നടക്കുന്നത് ഓരോ കാറ്റഗറി ബേസ്ഡാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഹെൽത്ത് കെയറിൻ്റെ ഒരു കാറ്റഗറി ഉണ്ട്. ഹെൽത്ത് കെയറിൻ്റെ കാറ്റഗറി എന്ന് പറയുമ്പോൾ ഹെൽത്ത് കെയർ സ്ട്രീമിൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയറിൻ്റെ ജോബ് ചെയ്യുന്ന ആൾക്കാർക്കാണ് അതിൽ പങ്കെടുക്കാൻ അവസരമുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഹെൽത്ത് കെയർ കാറ്റഗറി ആയിട്ടുള്ള റിലേറ്റഡ് ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ഒരു IELTS സ്കോറും എക്സ്പീരിയൻസും അങ്ങനത്തെ എല്ലാം കൂടെ ഒരു കൂട്ടിയിട്ട് അവർക്ക് കിട്ടുന്ന സ്കോറിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു ഇൻവിറ്റേഷൻ അല്ലെങ്കിൽ ഡ്രോ കണ്ടക്ട് ചെയ്യുന്നത്. ആ ഡ്രോയിൽ അവർ പബ്ലിഷ് ചെയ്യുന്ന സ്കോറിന് മുകളിൽ ആരൊക്കെയാണ് ഹെൽത്ത് കെയറിലുള്ളത് അവർക്ക് മാത്രമേ ഇൻവിറ്റേഷൻ കിട്ടത്തുള്ളൂ. വേറൊരു സ്ട്രീമാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ്റെ സ്ട്രീമും ഇതേപോലെ തന്നെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളൊരു പ്രൊഫഷനിലുള്ളവർക്ക് മാത്രമേ ആ ഇൻവിറ്റേഷനിൽ പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി മൂന്നാമതായിട്ട് ഈ 2025-ൽ അവർ ഇൻവൈറ്റ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നത് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ബേസ് ചെയ്തിട്ടുള്ള കാറ്റഗറിയിലാണ്. അത് പ്രത്യേകിച്ച് ഫ്രഞ്ച് ലാംഗ്വേജിൻ്റെ സ്കോറിന് എത്ര അനുസരിച്ചിട്ട് ആ സ്കോറിലുള്ളവർക്ക് മാത്രമേ ആ ഇൻവിറ്റേഷനിൽ പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഫ്രഞ്ച് ലാംഗ്വേജ് പഠിക്കുകയും ആ എക്സാം പാസ്സായി ഒരു സർട്ടിഫിക്കറ്റ് നമ്മുടെ ഉണ്ടെങ്കിൽ അവർക്ക് മാത്രമേ ഈ ലാംഗ്വേജിൻ്റെ ആ ഒരു ഡ്രോയിൽ അവർക്ക് പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ. അത് നാട്ടിലുള്ളവർക്കും അതേപോലെ തന്നെ കാനഡയിലുള്ളവർക്കും എല്ലാം ആ ഡ്രോയിൽ പങ്കെടുക്കാം. അങ്ങനത്തെ ഡ്രോ ഈ 2025-ൽ കുറേ അധികം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേർക്ക് ആ ലാംഗ്വേജൊക്കെ ഫ്രഞ്ച് ലാംഗ്വേജൊക്കെ നല്ലതായിട്ട് അറിയാവുന്ന ഒത്തിരി പേർക്ക് PR ഒക്കെ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തൊരു 2025 കണ്ടക്ട് ചെയ്തേക്കുന്ന ഒരെണ്ണമാണ് നോമിനേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് അവർ കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അതായത് പ്രൊവിൻഷ്യൽ നോമിനേഷൻ പ്രോഗ്രാം. ഏത് പ്രൊവിൻസിലാണോ കൂടുതൽ ആൾക്കാർ ആവശ്യമുള്ളത് ആ ആവശ്യമുള്ള പ്രൊവിൻസിലേക്ക് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുന്നതാണ് നോമിനേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. അത് വർഷങ്ങളായിട്ട് എല്ലാവർക്കും ഒത്തിരി പേര് കാനഡയിലൊക്കെ PR എടുത്ത് വരുന്നത് ഈ നോമിനേഷൻ പ്രോഗ്രാം വഴിയായിരുന്നു. കാരണം ചിലർക്കൊക്കെ IELTS സ്കോർ ഹൈ സ്കോർ ഒന്നും കിട്ടാത്ത ആൾക്കാർ നോമിനേഷൻ പ്രോഗ്രാം കുറച്ച് നാൾ കൂടുതലൊരു പ്രോസസ്സിങ് ടൈം ഉണ്ടെങ്കിൽ പോലും പണ്ടൊക്കെ അതൊരു 2 വർഷമൊക്കെ ആയിരുന്നു അതിൻ്റെ പ്രോസസ്സിങ് ടൈം എന്ന് പറയുന്നത്. ആ 2 വർഷം കാത്തിരുന്നാൽ പോലും ഒരു നോമിനേഷൻ പ്രോഗ്രാം വഴി കാനഡയിൽ വന്നു കഴിഞ്ഞാൽ ഏത് പ്രൊവിൻസിലാണോ കിട്ടുന്ന ആ പ്രൊവിൻസിൽ കുറച്ചാൾ നിൽക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഉദാഹരണം ഇപ്പോൾ ഒരു ഏറ്റവും തണുപ്പ് കൂടിയ ഒരു ആൽബർട്ടയിലോ അല്ലെങ്കിൽ സസ്കാച്ചുവനിലോ ഒക്കെയാണ് കിട്ടുന്നതെങ്കിൽ അവിടെ ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം നിന്നതിന് ശേഷം പല ആൾക്കാരും ഒണ്ടാരിയോ അല്ലെങ്കിൽ BC പോലത്തെ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയൊക്കെയുള്ള ഒരു സ്ഥലം നോക്കി അവിടോട്ട് മൂവ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. അത് വർഷങ്ങളായിട്ട്
വർഷങ്ങളായിട്ട് അത് നടന്നുള്ള പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഇന്നും അതിന് നല്ല രീതിയിലൊരു ഡിമാൻഡുണ്ട്. ആ പ്രോഗ്രാമും ഈ നാട്ടിലുള്ളവർക്കും അതേപോലെ തന്നെ കാനഡയിലെ സ്റ്റുഡൻറ്റ് വിസയായിട്ട് വന്നിട്ടുള്ളവർക്കും എല്ലാം ഏത് ജോബ് ആയിക്കോട്ടെ അവർക്കെല്ലാം ഈ നോമിനേഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റും. ഞാനിപ്പം പറഞ്ഞ ഈ 4 പ്രോഗ്രാമുകളും കാനഡയിലുള്ളവർക്കും അതേപോലെ തന്നെ നാട്ടിലൊക്കെ ഉള്ളവർക്കും എല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരു കാറ്റഗറി ബേസ്ഡ് ഡ്രോ എന്ന് പറയുന്നത് ഹെൽത്ത് കെയറോ അല്ലെ എഡ്യൂക്കേഷനോ ആ ഫീൽഡിലുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ എങ്കിലും നാട്ടിലുള്ളവർക്കും കാനഡയിലുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് അതിൻ്റെയൊക്കെ ഒരു സവിശേഷത എന്ന് പറയുന്നത്. എന്നാൽ കാനഡയിലുള്ള സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ വന്നിട്ടുള്ളവർ ഏറ്റവും ഫേവറായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് എന്ന് പറയുന്നത്. കാരണം ആ പ്രോഗ്രാമിൽ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ കാനഡയിൽ ഒരു എക്സ്പീരിയൻസ് വേണം. അതുകൊണ്ട് തന്നെ അത് നാട്ടിലുള്ള ഒരാൾക്ക് കാനഡയിൽ ഒരിക്കലും വന്നിട്ട് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഒരു ജോലിയൊന്നും ചെയ്യാത്ത ഒരാൾക്ക് ഒരിക്കലും കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിൽ അപ്ലൈ ചെയ്യാനേ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ആ കോമ്പറ്റീഷൻ പകുതിയായിട്ട് കുറയും. കാനഡയിൽ ഒരു സ്റ്റുഡൻറ്റ് വിസ വന്നിട്ടുള്ള ഒരാൾ പഠനശേഷം അവർ പഠിച്ച ഫീൽഡിൽ ഒരു വർഷമൊക്കെ ജോലി ചെയ്താൽ അവർക്ക് ഒരു കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിൻ്റെ പ്രോഗ്രാമിലേക്ക് അവർക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനും പറ്റും. മാത്രമല്ല ഈ കോവിഡിൻ്റെ സമയത്ത് പ്രത്യേകിച്ച് 2021 കാലയളവിൽ കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിലുള്ള ഒത്തിരി പേർക്കാണ് കാനഡ PR ഒക്കെ കൊടുത്തത്. ഇപ്പോഴും ഏറ്റവും കൂടുതൽ ഇൻവിറ്റേഷൻസ് എല്ലാം നടക്കുന്നതും കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിലാണ്. 2025 ഇപ്പോൾ ഓഗസ്റ്റ് ലാസ്റ്റ് ആഴ്ചയിൽ നിൽക്കുമ്പോൾ ഇതുവരെ ഏകദേശം 32 ഡ്രോസാണ് അവർ കണ്ടക്ട് ചെയ്തേക്കുന്നത്. ഈ 32 ഡ്രോസിലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഓരോ ഇതിലും എത്ര പേരെയാണ് ഇൻവൈറ്റ് ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് PNB അതായത് നോമിനേഷൻ പ്രോഗ്രാം നോക്കുമ്പോൾ അതിലേകദേശം ഇൻവൈറ്റ് ചെയ്തേക്കുന്നത് ഈ 2025 ഓഗസ്റ്റ് ലാസ്റ്റ് വരെ 6470 പേർക്കാണ് ഇൻവിറ്റേഷൻ കിട്ടിയേക്കുന്നത് നോമിനേഷൻ പ്രോഗ്രാമിൽ. ഇനി നമ്മൾ രണ്ടാമത് കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിൽ നോക്കുമ്പോൾ അതിനാണ് ഒരുവിധം ഹൈ നമ്പറിലുള്ള ഒരു ഇൻവിറ്റേഷൻ കിട്ടിയേക്കുന്നത്. ഏകദേശം ഒരു 19,850 പേർക്കാണ് കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിൽ ഇതുവരെ ഇൻവിറ്റേഷൻ കിട്ടിയേക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഫ്രഞ്ച് ലാംഗ്വേജ് കാറ്റഗറിയിൽ ഇൻവിറ്റേഷൻ കിട്ടിയത് 21,000 പേർക്കാണ്. അതാകട്ടെ വെറും ഒരു 4 വട്ടമേ ഫ്രഞ്ചിൻ്റെ ഒരു ഡ്രോ കണ്ടക്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഓരോ വട്ടവും 6,500, 4,500, 7,500, 2,500 പേരെയൊക്കെയാണ് ഇൻവൈറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് ഈ 4 ഡ്രോയിലൂടെ തന്നെ 21,000 പേർക്ക് ഫ്രഞ്ച് ലാംഗ്വേജിൻ്റെ കാറ്റഗറിയിൽ ഇൻവിറ്റേഷൻ കിട്ടിയത്. അതുകൊണ്ടാണ് ഒത്തിരി പേര് ഇപ്പം ഫ്രഞ്ച് പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത്. കാരണം ഏറ്റവും കൂടുതൽ നമ്പറിൽ ആൾക്കാരെ വിളിച്ചേക്കുന്നത് ഈ കാറ്റഗറിയിലാണ്. കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 7-8 ഡ്രോ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നാണ് 19,850 പേരെ ഇൻവൈറ്റ് ചെയ്തേക്കുന്നത്. ഈ കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കാനഡയിലുള്ള സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ വന്നിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇൻവിറ്റേഷൻ ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. ഇനി അടുത്തത് എഡ്യൂക്കേഷൻ്റെ കാറ്റഗറിയാണ്. ഇതുവരെ 2025 ആകെ ഒറ്റൊരു ഡ്രോയെ എഡ്യൂക്കേഷൻ്റെ കാറ്റഗറിയിൽ അവർ കണ്ടക്ട് ചെയ്തിട്ടുള്ളൂ. അതിൽ വെറും 1000 പേരെയാണ് ഇതുവരെ ഇൻവൈറ്റ് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ ഹെൽത്ത് കെയർ കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഇതുവരെ 4 ഡ്രോ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 7,500 പേരെ അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 2025 ഓഗസ്റ്റ് ലാസ്റ്റിലെ ഒരു ആഴ്ചയിൽ ഇതുവരെ ഇൻവിറ്റേഷനിൽ അവർ ടോട്ടൽ വിളിച്ചേക്കുന്നത് 55,820 പേരെയാണ്. നമുക്കറിയാം 2025 കോട്ട എന്ന് പറയുന്നത് ഒരു 3,90,000 പേർക്കാണ്. എന്നിരുന്നാൽ പോലും ഇതുവരെ ഇൻവൈറ്റ് ചെയ്തേക്കുന്ന 55,820 പേർക്കാണ്. ഈ നമ്പർ എന്ന് പറയുന്നത് ഒരിക്കലും അത് ഒരു ആപ്ലിക്കേഷനാണ്. ഈ 55,820 എന്ന് പറയും. ഈ ഒരു ആപ്ലിക്കേഷനിൽ തന്നെ മിനിമം ഒരു 4 പേരെങ്കിലും കാണും, ഹസ്ബൻഡ്, വൈഫ്, 2 കുട്ടികൾ എന്നുള്ള രീതിയിൽ. അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ഒരു 4 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 2 ലക്ഷം 2.25 ലക്ഷത്തിൻ്റെ അടുത്ത ആൾക്കാർ ഇതുവരെ കാനഡയിൽ ഇങ്ങനത്തെ ഉള്ള കാറ്റഗറി, അതായത് ഈ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള നോമിനേഷൻ പ്രോഗ്രാമും CECയും അങ്ങനത്തെ ഒരു കാറ്റഗറി എല്ലാവരും നോക്കുമ്പോൾ ഏകദേശം ഒരു 2.25 ലക്ഷത്തിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു 2.25 ലക്ഷത്തിൻ്റെ അടുത്ത് ആൾക്കാർക്ക് ഇതുവരെ PR കിട്ടിയിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ ഇതിപ്പം നമുക്ക് ജനറലായിട്ടുള്ള കാറ്റഗറിയിലെല്ലാം അപ്ലൈ ആവുന്ന ആൾക്കാരാണ് ഇത്രയും എന്ന് പറയുന്നത്. എന്നാൽ ഇതുകൂടാതെ തന്നെ കാനഡ ഗവൺമെൻറ് വേറെ കുറച്ച് ആൾക്കാർക്ക് ഇൻവിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. അതെന്ന് പറയുന്നത് ഫാമിലി സ്പോൺസർഷിപ്പാണ്. ഓൾറെഡി ഇവിടെ ഒരു PR ഉള്ളൊരു ഫാമിലിയിൽ ഒരാൾക്കാണെങ്കിൽ അതൊരു സ്പോൺസർഷിപ്പ് വഴി വൈഫിനോ അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ സ്പോൺസർഷിപ്പ് വഴി PR കൊടുക്കാൻ പറ്റും. അങ്ങനെ കുറച്ച് പേർക്ക് ഫാമിലി സ്പോൺസർഷിപ്പ് വഴി PR കിട്ടിയിട്ടുണ്ട്.
പിന്നെ പറയുന്നത് റെഫ്യൂജി കാറ്റഗറി ആൻഡ് പ്രൊട്ടക്റ്റഡ് പേഴ്സൺസ് ആണ്. അതായത് ചില കാരണങ്ങൾ കൊണ്ട് അവരുടെ സ്വന്തം രാജ്യത്തേക്ക് പോകാൻ അവർക്ക് പേടിയാണ്, അല്ലെങ്കിൽ അവിടെ യുദ്ധം നടക്കുന്നുണ്ട്, അവരുടെ ജീവന് സംരക്ഷണം വേണം എന്നൊക്കെ പറഞ്ഞ് അപ്ലൈ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനെ കുറച്ച് പേർക്ക് PR കിട്ടിയിട്ടുണ്ട്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഒരു ഹ്യൂമാനിറ്റേറിയൻ ബേസിസിലാണ്. മാനുഷികപരമായിട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ടും കുറേ ആൾക്കാർക്ക് അങ്ങനെയും PR കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അതെത്ര പേർക്കാണ് എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു നമ്പറുകൾ ഇതുവരെ വന്നിട്ടില്ല. അത് ചിലപ്പോൾ ഈ വർഷം അവസാനം കൃത്യമായിട്ടുള്ള അത്രയും പേർക്ക് എത്ര പേർക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും. ഇപ്പം നമ്മൾ 2024 നോക്കുകയാണെങ്കിൽ ഏകദേശം 4,80,000 പേർക്കായിരുന്നു PR-ൻ്റെ കോട്ട എന്ന് പറയുന്നത്. എന്നാൽ ഒരു 4,83,000 അടുത്ത ആൾക്കാർക്ക്, അതായത് ഈ പറഞ്ഞ ഫാമിലി സ്പോൺസർഷിപ്പും റെഫ്യൂജിയും എല്ലാം കൂടെ ചേർത്ത് 4,83,000 പേർക്ക് PR കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതുവരെ ഇത് നമുക്ക് അറിയാവുന്ന വെച്ചിട്ട് നമ്പർ കൃത്യമായിട്ട് കാറ്റഗറിയിലുള്ള ഇൻവിറ്റേഷൻ മാത്രം നോക്കുമ്പോൾ 55,000 പേർക്ക്, അതായത് 55,000 ആൾക്കാർക്കാണ് PR കിട്ടിയേക്കുന്നത്. ഇതിൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കണക്ക് എത്ര എന്നുള്ളത് ഈ വർഷം അവസാനം നമുക്കറിയാൻ സാധിക്കുന്നതാണ്. ഇതുകൂടാതെ തന്നെ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 32 ഡ്രോസാണ് ഇതുവരെ കണ്ടക്ട് ചെയ്തതെന്നുള്ളത്. നമ്മൾ 2024 നോക്കുകയാണെങ്കിൽ 52 ഡ്രോസാണ് അവർ കണ്ടക്ട് ചെയ്തത്. അപ്പം 25 എന്ന് പറയുമ്പോൾ 32, അപ്പോൾ ഒരു 20 ഡ്രോയുടെ ഒരു വ്യത്യാസമുണ്ട്. ഒരിക്കലും ഇനിയൊരു 20 ഡ്രോസ് നടക്കത്തില്ല. കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തേക്കാളും ഏകദേശം ഒരു 1,00,000 പേരുടെ കോട്ടയുടെ നമ്പറിന് കുറവുണ്ട്. അതുകൊണ്ട് ഇനിയൊരു കൂടിപ്പോയൊരു 10 ഡ്രോസേ മാക്സിമം ഈ വർഷം കണ്ടക്ട് ചെയ്യാൻ സാധ്യതയുള്ളൂ. 2025 ഒരു അവസാനം ആകുമ്പോഴത്തേക്ക് ഇതിലൊക്കെ എത്ര കൃത്യമായിട്ടുള്ള നമ്പർ അതിന് വരുന്ന മുറയ്ക്ക് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇതുപോലത്തെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഇറ്റ്സ് മീ അജയ് സൈനിങ് ഓഫ്. ബൈ.